എന്തായാലും 2025 എന്ന വർഷം ലാലേട്ടൻ്റെ വർഷമായിട്ട് മാറിയിരിക്കുകയാണ്. തുടരും, എമ്പുരാൻ പോലുള്ള സിനിമകൾ വമ്പൻ ഹിറ്റ് തന്നെയാണ് 2025 മോഹൻലാൽ എന്ന നടനും മോളിവുഡ് ഇൻഡസ്ട്രിക്കും നേടിക്കൊടുത്തത്. ഇനി വരാനിരിക്കുന്ന ലാലേട്ടൻ സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചെമ്പൻ വിനോദിൻ്റെ സ്ക്രിപ്റ്റിൽ ലാലേട്ടനെ നായകനാക്കി ജോഷി സംവിധാനം ചെയ്യാനിരുന്ന സിനിമയാണ് റംബാൻ. റംബാൻ സിനിമ ഡ്രോപ്പായെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ സാധിച്ചത്. സിനിമ ഡ്രോപ്പ് ചെയ്യാനുള്ള കാരണമായിട്ട് പറയുന്നത് ഇപ്പോൾ അടുത്ത് ഇറങ്ങിയ ഏതോ ഒരു മലയാള സിനിമയുടെ കഥയുമായിട്ട് റംബാൻ സിനിമയ്ക്ക് വളരെയധികം സാമ്യത ഉണ്ടെന്നാണ് പറയുന്നത്. റംബാൻ സിനിമ ഇനി നടന്നില്ലെങ്കിലും ചെമ്പൻ വിനോദ് ലാലേട്ടനുമായി മറ്റൊരു സിനിമയിൽ ഒന്നിക്കാൻ പോകുന്നെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സിനിമയുടെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ഒരു പുതിയ സബ്ജക്റ്റ് ആണെന്നും ഈ ഒരു സിനിമ നടക്കുകയാണെങ്കിൽ ഒരു യങ് ഡയറക്ടർ ആയിരിക്കും ഈ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഡിസ്കഷൻസൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഈ ഒരു പ്രൊജക്റ്റ് ഓണാവട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ലിജോ ജോസ് ആൻ്റണി ലാലേട്ടൻ പടം. ലിജോ ജോസ് ആൻ്റണി ലാലേട്ടനോട് പുതിയൊരു സബ്ജക്റ്റുമായിട്ട് ചേർന്നിട്ടുണ്ടെന്നും ഇതിൻ്റെ ഡിസ്കഷൻസൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ ലിജോ ജോസ് ആൻ്റണി ഒരു സ്റ്റോറി പറഞ്ഞിരുന്നു. അത് ലാലേട്ടന് വർക്കാവാത്തത് കൊണ്ട് അത് റിജക്റ്റ് ചെയ്തിരുന്നു. എന്തായാലും ലിജോ ലാലേട്ടൻ്റെ ഒരു കട്ട ഫാൻ ബോയ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു സിനിമ നടക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ ഡയറക്ടറായ വിപിൻ ദാസ് സന്തോഷ് ട്രോഫി എന്ന സിനിമയ്ക്ക് ശേഷം ലാലേട്ടനുമായി ഒരു സിനിമ ചെയ്യാൻ പോകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ആശീർവാദ് സിനിമാസ് തന്നെ ആയിരിക്കും ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. എമ്പുരാന് ശേഷം പൃഥ്വിരാജ് ലാലേട്ടനെ നായകനാക്കി ഒരു കംപ്ലീറ്റ് എൻ്റർടൈനർ സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നുണ്ടെന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുപോലെ ലൂസിഫർ സിനിമയുടെ മൂന്നാം ഭാഗമായ എൽ3 അസ്രായേൽ എന്ന സിനിമയും സംഭവിക്കുമെന്ന് ആൻ്റണി പെരുമ്പാവൂർ പല മീഡിയകളിലും പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ എൽ3 അസ്രായേൽ എന്ന സിനിമ സംഭവിക്കുകയാണെങ്കിൽ ഇനി 2026 2027 ഈ ഒരു സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കാൻ പോകുന്നത്. എന്തായാലും എമ്പുരാൻ എന്ന സിനിമ കൂടുതലും സെയ്ദ് മസൂദ് എന്ന പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തിൻ്റെ ഒരു ബാക്ക് സ്റ്റോറിയിലേക്കാണ് പോയത്. മൂന്നാം ഭാഗത്തിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ലാലേട്ടൻ്റെ കഥാപാത്രത്തിൻ്റെ ബാക്ക് സ്റ്റോറിയും ഷെൻട്രയാഡും ഖുറേഷി ഗ്യാങ്ങും തമ്മിലുള്ള ഒരു വാറൊക്കെ ആയിരിക്കാം ചിലപ്പോൾ കാണിക്കാൻ പോകുന്നത്. തരുൺമൂർത്തി ലാലേട്ടൻ കോംബോയിൽ തുടരും പോലുള്ള ഗംഭീര സിനിമകൾ ഇനിയും വരുമെന്ന് തന്നെയാണ് കരുതുന്നത്. നല്ലൊരു ശക്തമായ സ്ക്രിപ്റ്റ് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ലാലേട്ടനെ വെച്ച് രജപുത്രയുടെ ബാനറിൽ ഒരു സിനിമ സംവിധാനം ചെയ്യുമെന്ന് തരുൺമൂർത്തി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. MMN സിനിമയും ഈ വർഷം തന്നെയാണ് റിലീസിന് ഒരുങ്ങുന്നത്. ഒരു സ്പൈ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ഈ ഒരു സിനിമ എന്നൊക്കെ റൂമേഴ്സൊക്കെ വരുന്നുണ്ട്. എന്തായാലും ലാലേട്ടൻ അധികം ഈ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിൽ പങ്കെടുത്തിട്ടില്ല. ഇനിയും ഒരുപാട് ദിവസത്തെ ഷൂട്ടിംഗ് ഈ ഒരു സിനിമയ്ക്ക് ബാക്കിയുണ്ട്. ചിലപ്പോൾ ഈ ഒരു സിനിമയിൽ ലാലേട്ടൻ ചെയ്യുന്നത് എക്സ്റ്റെൻഡഡ് ക്യാമിയോ ആയിരിക്കാം. ഈ വർഷം ഓണം റിലീസായിട്ട് ഓഗസ്റ്റ് 28 തിയേറ്ററുകളിലേക്ക് എത്തുന്ന ലാലേട്ടൻ്റെ മറ്റൊരു പ്രതീക്ഷയുള്ളൊരു സിനിമ കൂടിയാണ് ഹൃദയപൂർവ്വം. നവാഗതനായ സോനു ടിവിയുടെ തിരക്കഥയിൽ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവ്വം എന്ന സിനിമ സത്യനന്ദിക്കാടിൻ്റെ മുൻപത്തെ സിനിമകളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായൊരു ചിത്രമാണ് ഹൃദയപൂർവ്വം എന്ന് ലാലേട്ടൻ തുടരും സിനിമയുടെ സക്സസ് മീറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ARM സിനിമയുടെ ഡയറക്ടറായ ജിതിൻ ലാൽ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയിൽ ലാലേട്ടൻ ഭാവിയിൽ അഭിനയിക്കാനും സാധ്യത കൂടുതലാണ്. ജിതിൻ ലാൽ ARM യൂണിവേഴ്സിൽ ഒരുപാട് സിനിമകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിലൊരു ചിത്രത്തിൽ ലാലേട്ടൻ മെയിൻ ലീഡായിട്ട് എത്തും. പുരുഷപ്രേതം സിനിമയുടെ ഡയറക്ടറായ കൃഷാന്ത് സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ലാലേട്ടൻ അഭിനയിക്കാൻ പോകുന്നുണ്ട്. മണിയമ്പിള്ള രാജു പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മണിയമ്പിള്ള രാജു ആണ് ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത്. ചിലപ്പോൾ 2026 ഈ ഒരു സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുന്നത്. അമൽനീരത് ലാലേട്ടൻ പടത്തിന്റെ ഷൂട്ടിംഗ് ഈ വർഷം ഒക്ടോബറിൽ ആരംഭിക്കും. അതുപോലെ ഈ ഒരു സിനിമയുടെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ലാലേട്ടന്റെ പിറന്നാൾ ദിവസം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡയറക്ടർ ജയരാജ് ലാലേട്ടനൊപ്പം ഒരു സിനിമ ചെയ്യുന്നതിന് വേണ്ടി ഡിസ്കഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടെന്നും എന്നാൽ പല കാരണങ്ങളാൽ അതെല്ലാം മുടങ്ങിപ്പോയി. എന്തായാലും 2026 അദ്ദേഹത്തിനോടൊപ്പം ഒരു സിനിമ സംഭവിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ജയരാജ് ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ആവേശം സിനിമയുടെ ഡയറക്ടറായ ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന ലാലേട്ടൻ സിനിമ ഉടനെ ഉണ്ടാവില്ലെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. എന്തായാലും 2026 മറ്റോ ആയിരിക്കാം ഈ ഒരു സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുക. കോകില മൂവീസാണ് നിലവിൽ ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ ഹെവി ബജറ്റാണ് സിനിമയുടേത്. മറ്റൊരു പ്രൊഡക്ഷൻ ടീമും ഈ ഒരു സിനിമ നിർമ്മിക്കാൻ ചാൻസ് കൂടുതലാണ്. ഏകദേശം 200 ദിവസത്തോളം ഷൂട്ടിംഗ് ആണ് ഈ ഒരു സിനിമയ്ക്ക് പ്ലാൻ ചെയ്യുന്നത്. റാം സിനിമയുടെ ചിത്രീകരണം ഈ വർഷം തന്നെ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് സിനിമയുടെ ടീം. ജിത്തു ജോസഫ് ലാലേട്ടൻ കോംബോയിൽ വരുന്ന ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് റാം. അതുപോലെ സിനിമ 2 ഭാഗങ്ങളിലായിട്ടാണ് ഒരുങ്ങുന്നത്. ഒരു ടൈമിൽ എല്ലാവരും ഡ്രോപ്പായെന്ന് വിചാരിച്ചൊരു പ്രൊജക്റ്റും കൂടിയായിരുന്നു റാം. അതുപോലെ ദൃശ്യം 3 എന്ന സിനിമയും ഈ ഒരു കോംബോയിൽ വരാനിരിക്കുന്ന ചിത്രം കൂടിയാണ്. ഒരു എപ്പിക് ആക്ഷൻ എൻ്റർടൈനറായ ഋഷഭ സിനിമയും ഈ വർഷം തന്നെയാണ് റിലീസിനെത്തുന്നത്. തെലുങ്കിലും മലയാളത്തിലുമായി ചിത്രീകരിച്ച് മറ്റു ഭാഷകളിൽ ഡബ് ചെയ്ത് സിനിമ ഈ വർഷം പൂജ റിലീസായിട്ടാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ബബബ സിനിമയിലും ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ ലാലേട്ടൻ ചെയ്യുന്നുണ്ട്. അടുത്ത മാസമാണ് ലാലേട്ടൻ്റെ പോർഷൻസിൻ്റെ ചിത്രീകരണം ആരംഭിക്കുന്നത്. ലാലേട്ടൻ ക്യാമിയോ റോളിലെത്തിയ കണ്ണപ്പ എന്ന സിനിമ ഈ വർഷം
ജൂൺ 27-ന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഒരു മെഗാ പാൻ ഇന്ത്യൻ ചിത്രമായിട്ട് ഒരുങ്ങുന്ന ഈ ഒരു സിനിമയിൽ ലാലേട്ടനെ കൂടാതെ പ്രഭാസ്, അക്ഷയ് കുമാർ അടങ്ങുന്ന ഒരുപാട് ക്യാമിയോ റോൾസ് ഉണ്ട്. ആദ്യം ഒരു നിരീശ്വരവാദിയായിരുന്ന കണ്ണപ്പ എന്ന ക്യാരക്ടർ, പിന്നീട് ശിവഭക്തനായ കഥയൊക്കെയാണ് ഈ ഒരു സിനിമയുടെ പറയാൻ പോകുന്നത്. അതുപോലെ ഈ ഒരു കണ്ണപ്പ എന്ന ക്യാരക്ടർ അർജുനൻ്റെ പുനർജന്മം കൂടിയാണ്. മെയ് 21-ന് ലാലേട്ടൻ്റെ പിറന്നാൾ പ്രമാണിച്ച് ഛോട്ടാ മുംബൈ സിനിമയുടെ റിലീസും ഉണ്ട്. 4K ഡോൾബി അറ്റ്മോസിലൂടെയാണ് ഇത്തവണ ഛോട്ടാ മുംബൈ സിനിമ ബിഗ് സ്ക്രീനിലെത്തുന്നത്. രജനീകാന്തിൻ്റെ ജയിലർ 2 എന്ന സിനിമയിലും ലാലേട്ടൻ്റെ മാത്യു എന്ന ക്യാരക്ടർ വീണ്ടും എത്തുകയാണ്. എന്തായാലും നിലവിൽ കേരളത്തിൽ തന്നെയാണ് ജയിലർ 2 സിനിമയുടെ ചിത്രീകരണവും നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് 2025-ലും 2026-ലും ലാലേട്ടൻ്റെ വരാനിരിക്കുന്ന വമ്പൻ സിനിമകൾ. ഈ ഒരു ലിസ്റ്റിൽ ഏതെങ്കിലും സിനിമകളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. കൂടുതൽ ലാലേട്ടൻ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.